എനിക്കറിയാവുന്ന ഒരു ബാബുവേട്ടൻ്റെ കഥ പറയാം. അദ്ദേഹത്തിന് നിങ്ങൾക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇടവേള ബാബുവേട്ടൻ. ഇടവേള ബാബുവേട്ടൻ നമ്മുടെ സിനിമയുടെ 100-ാം വാർഷികം കണ്ട മദ്രാസിൽ ആഘോഷിക്കുന്ന ഒരു വലിയ ചടങ്ങ്. ചിരഞ്ജീവി, നാഗാർജുന, മമ്മൂക്ക, ലാലേട്ടൻ, കമലഹാസൻ, രജനീകാന്ത്, സർവമാന ആൾക്കാരുണ്ട്. ജയലളിത മാഡം ഫ്രണ്ടിലിരിക്കണം. അങ്ങനെയൊക്കെ ഒരു വലിയ ചടങ്ങാണ്. തുടക്കം ജയറാമേട്ടൻ്റെ വലിയ 100 പേര് നിൽക്കുന്ന മേളം, അങ്ങനെയൊക്കെയുള്ളൊരു ഷോയാണ്. അപ്പം ഈ ജയലളിതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ബ്ലാക്ക് ക്യാറ്റ് പ്രൊട്ടക്ഷനാണ്. ഇത്രയും VIP ഒന്നിച്ച് വന്നിരിക്കുകയാണല്ലോ. ഫ്രണ്ടിലൊരു ചെറിയ നെറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് ജയലളിതയൊക്കെ. തൊട്ടു ബാക്കിൽ മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയും കന്നഡയും എല്ലാ നിര താരങ്ങളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ചില ആൾക്കാർ നോക്കിയപ്പം ഫ്രണ്ടിൽ ജയലളിത ഇരിക്കുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഇടവേള ബാബുചേട്ടൻ ഇരിക്കുകയാണ്. എല്ലാ നടന്മാർക്കും ഇതങ്ങ് പ്രശ്നമായി. കാരണം ചിരഞ്ജീവി തൊട്ട് സർവമാന ആൾക്കാരും പുറകിലിരിക്കുന്നു. ഇടവേള ബാബുചേട്ടൻ ഫ്രണ്ടിൽ ജയലളിതയുടെ കൂടെ ഇരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആകെ പ്രശ്നമായി. ഇടവേള ബാബുചേട്ടനാണെങ്കിൽ മിണ്ടാതെ ഇങ്ങനെ വട്ടി പിടിച്ച പോലെ അവിടെ ഇരിക്കുകയാണ്. ചിരിക്കുന്നുമില്ല, കരയുന്നില്ല, ഒന്നുമില്ല. വേറെ ഒരു ഇമേജൊക്കെ ഇട്ടിട്ട് പുള്ളി അവിടെ ഇരിക്കുകയാണ്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ കയറി കഴിഞ്ഞിട്ട് രണ്ടാമതൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയിട്ട് പുറത്തോട്ട് വരുമ്പം പുള്ളിനെ പോലീസ് തടഞ്ഞു. എവിടെ പോകാമെന്ന് ചോദിച്ചു. എന്നാൽ പുള്ളി പറഞ്ഞു അമ്മ സെക്രട്ടറി എന്ന് പറഞ്ഞു. പുള്ളി അമ്മയുടെ സെക്രട്ടറി ആണല്ലോ. തമിഴ്നാട്ടിൽ അമ്മയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ജയലളിതയുടെ സെക്രട്ടറിയാണ്. സാർ വാങ്ങോ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടിരുത്തിയിട്ട് രണ്ടുപേര് തോക്കുമായിട്ട് ഇടതും വലതും. പുള്ളിക്ക് ചിരിക്കാനും വയ്യ, കരയാനും വയ്യ. വേറെ വല്ലൊരു എന്ന് പറഞ്ഞാൽ വെടിവെക്കുമെന്ന് പേടിച്ചിട്ട് 2.5 മണിക്കൂർ മിണ്ടാണ്ടിരുന്ന് ഷോ കണ്ടിട്ട് പോയി.